ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്നിവിടെ കാണിക്കുന്നത് ഫിഷ് മന്തിയാണ്. അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് ഇവിടെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് ഞാൻ ഇവിടെ സീ ബ്രീം ഫിഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്. നമുക്കതിന് എങ്ങനെ തയ്യാറാക്കാൻ ഇവിടെ കാണാം. ഓക്കെ, മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നത് കാണാം. അതിനുവേണ്ടി അതിൻ്റെ മസാലക്കൂട്ടുകൾ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. 1 ടീസ്പൂണ് കുരുമുളക്, 1 ടീസ്പൂണ് മുഴുവൻ മല്ലിപ്പൊടിയല്ല കേട്ടോ, 1 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി. ഇവിടെ കശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുളക് പൊടി ഓപ്ഷനിലാണ്. ഇനി അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് റെഡിയാക്കി വെക്കുക. ഉപ്പും അതിൻ്റെ മേലെ കുറച്ച് ഒലീവ്സ് ഓയിലും ഒഴിച്ചു കൊടുക്കുക. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും കുഴപ്പമില്ല കേട്ടോ. അത് കുറച്ചിങ്ങനെ ഒഴിച്ചു 2 സ്പൂണ് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച മസാലക്കൂട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഫിഷിനെ എടുത്ത് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. ഇതിൻ്റെ വരൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പൊടിപ്പിച്ച് കൊടുക്കണം കേട്ടോ, എന്നാലന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും വെക്കണം, അതിൽ കൂടുതലല്ല അത്രയും നല്ലത്. ഇനി ഇതിൻ്റെ ചോറ് റെഡിയാക്കുന്ന കാണാം. ചെമ്പ് ചൂടായി കഴിഞ്ഞാൽ 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിലൊക്കെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞത് സവാള ഇട്ട് കൊടുക്കാം. അതിലേക്ക് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞ് വെച്ച ഒരു ചെറിയ അര ക്യാപ്സിക്കം, വലുതാണെങ്കിൽ അര, ചെറുതാണെങ്കിൽ 1 ക്യാപ്സിക്കം. പിന്നെ അതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി 2 അല്ലി മാത്രം മതി കേട്ടോ, 2 അല്ലി ചെറുതായി അരിഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഒന്ന് ഓയിലിൽ വഴറ്റി കൊടുക്കുക. അതിനൊപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുമല്ലോ. ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ഡ്രൈ ലെമണാണ്. ഇനി ഇതിലേക്ക് നേരത്തെ കൂട്ടി അതേ അളവിൽ തന്നെ മുഴുവൻ മല്ലി, ചെറിയ ജീരകം, കുരുമുളകൊക്കെ ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്കായൊക്കെ ചേർത്ത് കൊടുക്കുക. 2 ബേ ലീഫും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം തന്നെ പിന്നെ സ്മെല്ലുകൾ മാറി മാറി വന്ന് നല്ല സ്മെല്ല് തുടങ്ങി. പിന്നെ അതിലേക്ക് ഞാൻ ഇവിടെ സെല്ലാ റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെല്ലാ റൈസും കൂടി ചേർത്ത് കൊടുക്കുക. പുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ, സോക്ക് ചെയ്ത് വെച്ചിട്ടില്ല സെല്ലാ റൈസ്. ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് വറുത്തെടുത്തിട്ട് ഫിഷിൻ്റെ കൂടെ തന്നെ വേവിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടി സോക്ക് ചെയ്ത് വെക്കാതെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അരി ഇട്ടതിന് ശേഷം ഈ ഓയിലൊക്കെ ഈ സ്പൈസസിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. അരി നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 കപ്പ് അരിയാണ്, അതിനെ മുമ്പേ പറയാൻ വിട്ടുപോയി. ഇനി അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായി വറുത്തതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം വെച്ചാൽ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവാണ് വെള്ളത്തിൻ്റെ അളവ്. അത് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഫിഷ് വേവിച്ചെടുക്കാം. ഇതുപോലത്തെ ഒരു ഗ്രില്ല് വെച്ച് കൊടുക്കാം. ഇതുപോലത്തെ ഗ്രില്ല് ഇല്ലെങ്കിൽ നമ്മൾ ആവിച്ചമ്പിൻ്റെ പാത്രം ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ കമഴ്ത്തി വെച്ച് അതിൻ്റെ മേലെ ഫിഷ് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഞാനിവിടെ 1.5 സീ ബ്രീം ഫിഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് 2 മേലെ വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക. പിന്നെ അവിടെ ഫോയിൽ കവർ ചെയ്ത് അതിൻ്റെ മേലെ നല്ല അടപ്പ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. അത് ടൈറ്റായിട്ട് അടച്ചു വെക്കണം കേട്ടോ, എന്നാലും അത് അകത്ത് വെച്ചിട്ട് നന്നായി വെന്ത് വരിക. ഇനി ആവി പുറത്ത് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ. ഒരു 40-35 ഇതിൻ്റെ വേവിൻ്റെ കണക്ക്. 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക, പിന്നെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. 40 മിനിറ്റ് കഴിഞ്ഞാലും ഒരു 10-15 മിനിറ്റിന് ശേഷം ഇത് തുറക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതെവിടെ നമ്മുടെ ടൈം ആയിട്ടുണ്ട്. നമുക്കിന്നത് തുറന്ന് നോക്കുക എന്തായി എന്നുള്ളത് കേട്ടോ. പതുക്കെ ഒന്ന് ഫോയിലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ഇതാ നമ്മുടെ ഫിഷൊക്കെ വെന്ത് നന്നായിട്ടുണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്. ആ സ്മെല്ല് തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റിയാണെന്നുള്ളത്. ഞാൻ ഈ ഫിഷിനടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും ഓപ്ഷണലാണ്. അത് വേണ്ടുന്നവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ വേവിച്ചെടുത്ത പോലെ തന്നെ കഴിക്കുക കേട്ടോ. ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പുറത്തുനിന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഈ ചെയ്യുന്ന സമയത്ത്
ഞാനിവിടെ ചെറുതായിട്ടൊരു കനൽ വെച്ചിട്ടുണ്ട് ചോറിൻ്റെ അകത്തേക്ക് ഒരു പാത്രത്തിൽ. അതിന് മേലെ ഒരു 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഈ കനലൊന്ന് പുകയാണ്. ആ പുകയുന്ന സമയത്ത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. നല്ല നേരത്തെ പോലെ തന്നെ നല്ല ഫോയിലൊക്കെ ഇട്ട് മൂടി നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് ദമ്മാക്കി എടുക്കുക. ദമ്മാക്കിയതിന് ശേഷം നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെയുള്ള ടൊമാറ്റോ ചട്നിയുടെ വീഡിയോ നമ്മുടെ മുമ്പുള്ള വീഡിയോയിലുണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ജസ്റ്റ് ഒന്നെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി മന്തിയാണ്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.